ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യഘട്ടം അവസാനിച്ചു. ആ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ചൈനയുടെ പേര് പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ചൈന പാകിസ്ഥാന് മിസൈൽ സപ്ലൈ ചെയ്തു എന്നുള്ളൊരു വിവരം ആദ്യമായിട്ട് നമ്മളുടെ മിലിറ്ററി എന്താണ് പറയുന്നത്, അവരുടെ ഭാഗത്തു നിന്നും ഓപ്പറേഷൻ സിന്ധു തുടങ്ങിയതിന് ശേഷം പാകിസ്ഥാന്റെ ഏകദേശം പരമാവധി ഏരിയൽ ഓപ്പറേഷൻസും നമ്മൾ അതിനെ വിജയമായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഇന്നലെ നമ്മൾ ചൈനയുടെ പേര് നമ്മൾ പുറത്ത് പറയുകയും ചെയ്തു. ചൈന സപ്ലൈഡ് വെപ്പൺസ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്, ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെതിരെ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ പേരെടുത്ത് പറയുകയും ചെയ്തു. ആദ്യം നമ്മൾ ഒരാഴ്ച മുമ്പ് ടർക്കിയുടെ പേര് മാത്രമേ നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് ഒരു മീഡിയ കോൺഫറൻസിലാണ് നമ്മുടെ എയർ മാർഷൽ എ.കെ. ബാർത്തി, ഡയറക്ടർ ജനറൽ എയർ ഓപ്പറേഷൻസ്, അതിൻ്റെ വിഷ്വൽ എവിഡൻസ് സഹിതം, അതായത് മിസൈൽസിൻ്റെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പൊട്ടി താഴെ വീണതും അല്ലെങ്കിൽ അതുപോലുള്ള റമനൻസ് എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ക്രീനിൽ അതിൻ്റെ പീസസ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വിഷ്വൽ എവിഡൻസ് എന്ന് വെച്ചാൽ എവിഡൻസ് ഈ കാണുന്നതൊക്കെ ചൈനീസ് മിസൈലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പാകിസ്ഥാനിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഇമേജ് ഒന്നുമല്ല, ഫേക്ക് ആയിട്ടുള്ള വാർത്തകളൊന്നുമില്ല, ഇത് കറക്റ്റാണ്. ഇതല്ല, മനസ്സിലായില്ല. അത് PL-15 ലോങ് റേഞ്ച് മിസൈലാണ്. അത് ഇന്ത്യൻ ടെറിട്ടറിയിലാണ്, പഞ്ചാബിലൊരു സ്ഥലത്താണ് അത് പതിച്ചത്. അത് ശരിക്കും ഇൻടാക്റ്റ് ആണ്. ഇൻടാക്റ്റ് എന്നല്ല, അത് പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഉപയോഗിച്ചാണ്, പക്ഷേ അത് പൊട്ടിത്തെറിച്ചില്ല, അല്ലെങ്കിൽ അത് പിന്നെ എന്താണ് പറയുന്നത്, എക്സ്പ്ലോഡ് ആയിട്ടില്ല. അങ്ങനെയുള്ളൊരു ഇൻടാക്റ്റ് ആയിട്ടുള്ളൊരു മിസൈലിൻ്റെ ഭാഗമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ കിട്ടിയത് വെച്ചിട്ട് അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈന തീർച്ചയായിട്ടും, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, കാരണം ചൈനയുടെ വെപ്പൺസ് ആണല്ലോ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ ടർക്കിയെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. ടർക്കിയുടെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് പിന്നെ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം 300-400 പരം ഡ്രോണുകൾ ടർക്കിയുടെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മുതൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആംഡ് ഫോഴ്സസ്, ആർമിയും എയർഫോഴ്സും എല്ലാം തന്നെ പിന്നെ ഹൈടെക് ഫോറിൻ വെപ്പൺസ് ആണ്. ഹൈടെക്, കാരണം ഇപ്പോഴത്തെ ഡ്രോൺ ടെക്നോളജി വളരെ, കാരണം ടർക്കിയൊക്കെ അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ആംഡ് ഫോഴ്സിന് ഒത്തിരി ഈ പറഞ്ഞ ഡ്രോൺസും ഏരിയൽ ഓബ്ജക്ട്സ് ഒക്കെ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ചൈനയുടെ PL-15 അതിനകത്തുണ്ടായിരുന്നു. അത് എയർ ടു എയർ മിസൈലാണ്. അതുപോലെ ടർക്കിഷിൻ്റെ ബെയ്ക്കർ ഇഹ-2 കാമിക്കേസ് ഡ്രോൺ എന്നാണ് അതിൽ, കാമിക്കേസ് ഡ്രോൺസ്. അതും ചൈനയുടെ ഈ PL-15 എയർ ടു എയർ മിസൈലും പാകിസ്ഥാൻ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഈ ഹോസ്റ്റിലിറ്റി ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ആദ്യമായിട്ടാണ് ചൈനയുടെ പേര് പറയുന്നത്. കാരണം പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാത്തില്ല. ചൈനയെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയും നാളും നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം ചൈനയുടെ വെപ്പൺസും അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ ഏകദേശം 80% അടുത്ത്, അല്ലെങ്കിൽ 80% മേലെ അവർ ആംസ് ഇമ്പോർട്ട് ചൈനയിൽ നിന്നാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയും വീഡിയോ ചെയ്യുകയും അത് മുഖ്യധാരാ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പൊതുധാരയിലൊക്കെ തന്നെ അത് അറിവുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, ന്യൂക്ലിയർ, മിലിറ്ററി എല്ലാ മേഖലകളിലും വളരെ ആഴത്തിൽ ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് വളരെ ദശാബ്ദങ്ങളായിട്ട് അവർ തമ്മിലുള്ള ബന്ധമുണ്ട്. ബെയ്ജിങ്, റാവൽപിണ്ടി, അതായത് ചൈന പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ മേടിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ കാരണം പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയുധങ്ങൾ കിട്ടുന്ന വളരെ കുറവാണ്. ചൈന, ടർക്കി, പിന്നെ നെതർലൻഡ്സ് ഉണ്ടെന്ന് തോന്നും. അതൊക്കെ വളരെ പിന്നെ കുറഞ്ഞ തോതിലേ ഉള്ളൂ. എന്നാലും നെതർലൻഡ്സ് പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന ഒരു രാജ്യമാണെന്ന് തോന്നുന്നു. എവിടെ വായിച്ചാലും എനിക്ക് ഓർമ്മയുണ്ട്. ടർക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ടർക്കിയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അത് ഡ്രോൺസ്, പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഡ്രോൺസ് ടർക്കിയുടെയാണുള്ളത്. ഇപ്പം ചൈനയുടെ കൂടെ പേര് നമ്മൾ പബ്ലിക്കായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആംഡ് ഫോഴ്സസ് അവരുടെ മീഡിയ ബ്രീഫിങ്ങിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ഒഫീഷ്യലായിട്ടുള്ള, ഫോർമലായിട്ടുള്ള, വിത്ത് എവിഡൻസ്, വിഷ്വൽ ഇമേജസ് സഹിതമാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിനെല്ലാം അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ PL-15 എന്ന് പറഞ്ഞ മിസൈൽ ചൈനയുടെ ചൈനാസ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ, AVIC എന്ന് പറഞ്ഞൊരു
കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷനാണ് നിർമ്മിക്കുന്നത്. അത് ലോങ് റേഞ്ച് മിസൈലാണ്, റഡാർ ഗൈഡാണ്. അത് ഹൈ വാല്യൂ എയർബോൺ ടാർഗറ്റ്സ്. ഹൈ വാല്യൂ എയർബോൺ ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡ്രോൺസ് അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈല്, ഇതൊക്കെ തന്നെ ഇതിനൊക്കെ തന്നെ എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏകദേശം 200 കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള ഒരു മിസൈലാണ് PL-15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചൈനയുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ചൈന നിർമ്മിക്കുന്ന ചൈനീസ് മാനുഫാക്ചർഡ് ആയിട്ടുള്ളൊരു മിസൈലാണ്. അവരുടെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് നമുക്ക് പറയാൻ പറ്റും, ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള. കാരണം ഇപ്പം ഇത് എല്ലാ രാജ്യങ്ങളും ഇന്ന് ഏകദേശം ഈ പറഞ്ഞ ഡ്രോൺസും മിസൈലും ഒക്കെ തന്നെ, എല്ലാ രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ. കാരണം ഇന്ത്യയും നമ്മുടെ ഈ മേഖലകളൊക്കെ തന്നെ നമ്മൾ വളരെ പുറകിലല്ല, പ്രത്യേകിച്ച് മിസൈലിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ. ഡ്രോണിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതുവരെ കേട്ടിട്ടില്ല. കാരണം ഇന്ത്യ വളരെ ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്, പക്ഷേ വളരെ വ്യാപകമായിട്ട് പ്രൈവറ്റ് മേഖലകളിലൊക്കെ തന്നെ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഡ്രോൺ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസത്തിന് ശേഷം ഇന്ത്യ ഇനിയിപ്പോൾ കൂടുതൽ ഇതുപോലുള്ള മിസൈലുകൾ, ഡ്രോണുകൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ കൂടുതൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപ്പാദനങ്ങൾ കൂട്ടാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇതുപോലുള്ളൊരു അവസ്ഥ നമുക്ക് എപ്പോഴും ഇനിയും നേരിടേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചാൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള പ്രവൃത്തികൾ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ എപ്പോഴും പ്രിപ്പയർഡായി നിൽക്കുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ വെപ്പൺ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ വെപ്പൺ സിസ്റ്റംസ് ഒക്കെ കൂടുതൽ നമുക്ക് എന്താണ് പറയുന്നത് കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ബ്രഹ്മോസിൻ്റെയും ഈ പറഞ്ഞ ഡ്രോണിൻ്റെയും ഒക്കെ തന്നെ, ബ്രഹ്മോസ് പോലുള്ള മിസൈലിൻ്റെയും ഒക്കെ തന്നെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഒക്കെ തന്നെ കൂട്ടാനുള്ളൊരു തീരുമാനത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ PL-15 എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് റഡാർ ഗൈഡാണ്. AM എയർ ടു എയർ മിസൈലാണ്. ഏകദേശം US-ന്റെ AIM-120D എന്ന് പറയുന്ന മിസൈൽ, അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലിന് തുല്യം നിൽക്കത്തക്ക രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മിസൈലാണെന്നാണ് ഇത് പറയുന്നത്, PL-15. അതാണ് അവർ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പോർട്ട് വേർഷനാണ് PL-15E എന്ന് പറയുന്നത്. അത് ഈ എന്നുള്ള എക്സ്പോർട്ട് വേർഷൻ എന്നുള്ളതായിരിക്കും. PL-15 ആണ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള. അതിൻ്റെ എക്സ്പോർട്ട് വേർഷനാണ് PL-15E എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ ആയുധം നിർമ്മിക്കുന്ന രാജ്യങ്ങൾ അവരെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം രാജ്യത്ത് അവർ ഉപയോഗിക്കുന്ന അത്രയും ഫീച്ചേഴ്സ് ഒന്നും അതിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ലായിരിക്കും, എത്ര അവരുടെ സുഹൃത്ത് രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തിലൊക്കെ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ എക്സ്പോർട്ട്, ഇപ്പം നമ്മളിപ്പോൾ ബ്രഹ്മോസ് നിർമ്മിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് അതുപോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ബ്രഹ്മോസും ചില ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസം കാണും. ചിലപ്പോൾ ആ രാജ്യത്തിന് അനുയോജ്യമായിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേണ്ട ചില ഫീച്ചേഴ്സ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാകും. മാക്സിമം റേഞ്ച് 145 കിലോമീറ്ററാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ജെറ്റ്, അതായത് JF-17 ബ്ലോക്ക് 3, JF-10 CE ഫൈറ്റേഴ്സ്, ഇതെല്ലാം ചൈന കൊടുത്താണ്. അപ്പോൾ അതിനകത്തിൽ ഈ ഫൈറ്റേഴ്സിലെല്ലാം ഈ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചൈന ഉപയോഗിക്കുന്ന മിസൈലിന് ഏകദേശം 300 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. പക്ഷേ അവരുടെ എക്സ്പോർട്ട് വേർഷൻ ഏകദേശം 145 മുതൽ 200 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ചേ ഉള്ളൂ. അതെപ്പോഴും അതിനകത്തിൽ വ്യത്യാസം കാണും. അവർ ഒരിക്കലും ആ രാജ്യം ഉപയോഗിക്കുന്ന സെയിം സാധനം തന്നെ. ഉദാഹരണം റഫേൽ നമ്മൾ ഫ്രാൻസ് ഇന്ത്യക്ക് തരുമ്പോൾ ഫ്രാൻസിൻ്റെ കയ്യിൽ റഫേൽ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഫീച്ചേഴ്സ് ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് തരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമുക്ക്. അപ്പോൾ അത് ഏത് കാര്യമായാലും ശരി. ഇപ്പം റഷ്യ നമുക്ക് S-400 വന്നു. അപ്പോൾ റഷ്യയുടെ കയ്യിൽ ഉപയോഗിക്കുന്ന S-400ൻ്റെ ഫീച്ചേഴ്സ് അത്രയും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കത്തില്ല അവർ അത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഏപ്രിൽ 26 പാകിസ്ഥാൻ എയർഫോഴ്സ് ഈ JF-17ൻ്റെയും അതുപോലെ തന്നെ ഈ PL-15 മിസൈൽ ഘടിപ്പിച്ചിട്ടുള്ള JF-17ൻ്റെ വിഷ്വൽസൊക്കെ പുറത്തുവിട്ടിരുന്നു. അതുപോലെ PL-10 മിസൈൽ ഇവിടെ ഉപയോഗിച്ച PL-15 മിസൈലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഫ്ലീറ്റിൽ അവരുടെ എയർഫോഴ്സിൻ്റെ ഫ്ലീറ്റിൽ ഏകദേശം 45 മുതൽ 50 വരെ JF-17 ബ്ലോക്ക് 3യും അതുപോലെ 20 J-10 CE ഉണ്ട്. ഏകദേശം 70 എയർക്രാഫ്റ്റോളം ഈ PL-15E ഘടിപ്പിച്ച ഏകദേശം 70 എയർക്രാഫ്റ്റോളം പാകിസ്ഥാൻ്റെ കൈവശം ഉണ്ടെന്നാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി പറയുന്നത്. കാരണം പാകിസ്ഥാൻ ചൈനയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും
ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളതാണ്. മിസൈൽ ഗൈഡൻസ് സിസ്റ്റം, ഇനേഷ്യൽ നാവിഗേഷൻ, ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്കറിയില്ല. ഇനേഷ്യൽ നാവിഗേഷൻ, അതുപോലെ സാറ്റലൈറ്റ് അപ്ഡേറ്റ്സ്, ടു വേ ഡാറ്റ ലിങ്ക്, അതുപോലെ AES റഡാർ, ടെർമിനൽ ഹോമിംഗ് ഒക്കെ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ടെക്നിക്കൽ സൈഡാണ് അതൊക്കെ. അത് അതിനെക്കുറിച്ച് അറിയാവുന്ന മാത്രമേ അത് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടറാണ് അതിനകത്തിൽ ഉള്ളത്. ഏകദേശം Mach 5 സ്പീഡ് എക്സീഡ് ചെയ്യാൻ സാധിക്കും. ശബ്ദത്തേക്കാൾ ഉള്ള വേഗതയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെൻറ്റേഷൻ, 20 മുതൽ 25 കിലോഗ്രാം വരെ ഉണ്ട് അതിൻ്റെ വാർഹെഡിന് എന്നൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വന്നുള്ളത്. അപ്പോൾ അതല്ല നമുക്കിവിടെ പ്രധാനം. ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ അറിവോടുകൂടി സപ്പോർട്ടോടുകൂടി മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയും ചൈനയെ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്, കാണേണ്ടത്, സമീപിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി, എയർഫോഴ്സ്, അവരുടെ എല്ലാം ഇങ്ങനെയാണ് പറയുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് തുടക്കം, PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ്, പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി, പീപ്പിൾസ് ലിബറേഷൻ ആർമി, ഇങ്ങനെയാണ് അവരുടെ എല്ലാം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയത്തുള്ളൂ. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്, പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് സീക്രട്ടായിട്ടാണ് പാകിസ്ഥാൻ സോഴ്സ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ എന്തായിക്കോട്ടെ, സീക്രട്ടായാലും ഒളിഞ്ഞാലും തെളിഞ്ഞാലും ഇത് പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിച്ചു. ഈ രണ്ട് രാജ്യവും JS-17 എയർക്രാഫ്റ്റ് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ജോയിൻലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ടൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യയുടെ മിലിറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, അതായത് PL-15 പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മളും പാകിസ്ഥാൻ തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് അത് വെളിപ്പെടുത്തുന്നത്. അത് നമുക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ചൈന നമുക്ക് അറിയിപ്പിക്കുക, നമ്മളിത് മനസ്സിലാക്കി. അപ്പോൾ ഇനിയും ചൈന നമ്മളോട് ഏത് തരത്തിലുള്ള ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കാരണം കഴിഞ്ഞ അടുത്ത സമയത്ത് വളരെ നല്ല രീതിയിൽ ചൈനയുടെ സമീപനമൊക്കെ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ പറഞ്ഞില്ല ചൈനയെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അവരുടെ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇനിയും നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളെ, ഇല്ലെങ്കിൽ തന്നെയും ചൈനയെ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തുറന്നു കാട്ടുക എന്നുള്ളത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ആർമിയുടെയും അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ്. അപ്പം ചൈന ഈ പഹൽഗാം അറ്റാക്കിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അവർ കണ്ടം ചെയ്തിട്ടില്ല, അതിനെതിരെ പറഞ്ഞിട്ടില്ല. റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ അവർ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അതാണല്ലോ ഈ ടെറർ അറ്റാക്ക് ഉണ്ടാക്കി അവരാണല്ലോ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ശരിക്കും പറഞ്ഞാൽ 26 സിവിലിയൻസിനെ കൊല ചെയ്യപ്പെട്ടതിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് റെസിസ്റ്റൻസ് ഫ്രണ്ടാണ്. ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് ലഷ്കർ ഇ തൈബയുടെ ഒരു പോഷക സംഘടനയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ ചൈനയും പാകിസ്ഥാനും ഇതിനെയൊക്കെ ശരിക്കും വിമർശിക്കുന്നതിന് പകരം വെള്ളം ചേർക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചൈനയുടെ നിലപാടുകൾ നമുക്ക് എപ്പോഴും അറിയാം. UN പ്രത്യേകിച്ച് ഇന്ത്യ ഇതുപോലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നേരിടുമ്പോൾ ചൈന തീർച്ചയായും അതിനെ വളരെ ലഘൂകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്യുകയൊക്കെ ചെയ്യണം. അത് പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചൈനയുടെ നിലപാടുകൾ എപ്പോഴും നല്ലത്. അപ്പോൾ ചൈന പറഞ്ഞത് എന്താണ്, കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ശത്രുത നിർത്തുവാൻ വളരെ ക്രിയാത്മകമായിട്ടുള്ള റോൾ, കൺസ്ട്രക്റ്റീവ് റോൾ ഞങ്ങൾ പ്ലേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അവർ മനസ്സിലാക്കിയില്ല ഇന്ത്യ ഇത് കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതിൻ്റെ തെളിവുകൾ ലഭിക്കുമെന്ന് അന്നേരം മനസ്സിലാക്കിയില്ല. ഇത് കൃത്യമായിട്ട് ടർക്കിയുടെ റോൾ നമ്മൾ ആദ്യം മുതലേ മനസ്സിലാക്കിയാണ്. കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടർക്കിയുടെ എന്താണ് പറയുന്നത്, സേനയുടെ വിമാനം അവിടെ എത്തുകയും അതിനകത്ത് നമ്മൾ വളരെയധികം സംശയം നമുക്കുണ്ടാകുകയൊക്കെ ചെയ്തു. കാരണം തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരത്തിൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ല. ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ വളരെ വൻതോതിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാനുള്ള എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അന്നേ നമ്മൾ ടർക്കിയെ സംശയിച്ചിരുന്നതാണ്. ഇപ്പം യുദ്ധത്തിനൊക്കെ പുറമോട്ട് നമ്മളൊരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ആയുധം മേടിക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ യുദ്ധ സമയത്ത്
ഇതുപോലുള്ള അടയാളങ്ങളും തെളിവുകളും നമുക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യം, ഇപ്പോൾ ടർക്കി അല്ലെങ്കിൽ ചൈന, ഈ സമയത്ത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കാനാണല്ലോ ഈ പറഞ്ഞ ഡ്രോണുകളും മിസൈലുകളൊക്കെ. നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചത് പാകിസ്ഥാന്റെ മിലിറ്റന്റ് ടെറർ ക്യാമ്പുകളും അല്ലെങ്കിൽ അവരുടെ ഹബ്ബുകളും മാത്രമായിരുന്നു. അവിടുത്തെ സിവിലിയൻ പോപ്പുലേഷനോ അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി അസറ്റിനെ ഇൻസ്റ്റലേഷൻ നമ്മൾ ആദ്യ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്തില്ലായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിവിലിയൻ പോപ്പുലേഷനാണ് ഈ പറഞ്ഞ 10, 300, 400 ഡ്രോണുകളും അല്ലെങ്കിൽ മിസൈലുകളും ഉപയോഗിച്ചിട്ട് അവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വാറിലേക്ക് എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളത് പാകിസ്ഥാന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു. അതിനെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ചൈനയും ടർക്കിയായിരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ ഈ പുറമേ അവർ നമ്മളോട് പറയുന്ന യാതൊരു രീതിയിലുള്ള വർത്തമാനങ്ങളും വാക്കുകളും നമുക്ക് ഇനി ഒരിക്കലും നമുക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നിലപാട് ചൈനയ്ക്കെതിരെ നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ആംഡ് ഫോഴ്സിൻ്റെ നമ്മളുടെ ഏരിയൽ ഡിഫൻസ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി നാശങ്ങൾ വിതയ്ക്കുവാനും സൃഷ്ടിക്കുവാനും അവർക്ക് സാധിക്കുമായിരുന്നു. കാരണം ഇത്രയും ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യക്കെതിരെ വർഷിച്ചപ്പോൾ അതിൻ്റെ ഒരു പകുതിയെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒന്ന് പതിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒട്ടനവധി നാശനഷ്ടങ്ങൾ, നമുക്ക് ആളപായങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ അതിനെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ വളരെ വിജയകരമായിട്ട് നമുക്ക് നമ്മളുടെ സേനയുടെ ശക്തിയും കരുത്തും ഉപയോഗിച്ച് നമുക്കതിനെ ന്യൂട്രലൈസ് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അതിനെ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം അത് എപ്പോഴും നമുക്കൊരു കോൺഫ്ലിക്റ്റിൽ അങ്ങനെയാണല്ലോ. കാരണം ഏകപക്ഷീയമായിട്ടുള്ള വിജയങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ തീർച്ചയായിട്ടും ഒട്ടനവധി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ നമ്മളുടെ സേനയ്ക്കും നമ്മുടെ സേനാ നായകന്മാർക്കും നമ്മുടെ ആംഡ് ഫോഴ്സിനും കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു ആശ്വാസമാണ്, ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി വിളിച്ചറിയിക്കുന്നതാണ്. അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടത് മനസ്സിലായി. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് അത് ഒരു വെടിനിർത്തൽ ഇന്ത്യയെ കൊണ്ടും പാകിസ്ഥാനെ കൊണ്ടും അത് സാധ്യമാക്കിയെടുത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഉണ്ടാകാൻ പോകുന്ന വൻ നാശനഷ്ടമായിരുന്നു. അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് രാജ്യത്തിൻ്റെ അവരുടെ ഇപ്പോൾ ആടിയുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും അവർക്കിപ്പോൾ ഉള്ള ആ സുസ്ഥിരത അല്ലെങ്കിൽ സ്ഥിരത നഷ്ടപ്പെടുകയും രാജ്യത്തിനെ അവർക്ക് വിഭജിക്കപ്പെടേണ്ടയും ചെയ്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അമേരിക്ക, ചൈന, റഷ്യ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ പരിപാടി തുടങ്ങിയപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വിചാരിച്ചു പണ്ടത്തെ പോലെ നമ്മളൊരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും അല്ലെങ്കിൽ ഈ അതിർത്തിയിൽ കുറേ ഷെല്ലാക്രമണങ്ങൾ അങ്ങോട്ട് നടത്തുകയൊക്കെ ഉള്ളതായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു ഇന്ത്യയെക്കുറിച്ച്. ഇന്ത്യ ഇത്രയും ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് പോലും യാതൊരു ധാരണയില്ലായിരുന്നു. ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കാര്യം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കാര്യം അധോഗതിയായിരിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനൊരു സീസ്ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന് അവർ എന്താണ് പറയുന്നത് ഇനിഷ്യേറ്റീവ് എടുത്തെന്നുള്ള കാര്യം. അല്ലാതെ ഇന്ത്യക്ക് ഇതിനകത്തിൽ പ്രത്യേകിച്ച് അവർ പറയുന്ന തൊട്ട്, പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്ന തൊട്ട്, അമേരിക്ക പറയുന്ന തൊട്ട്, അല്ലെങ്കിൽ ചൈന പറയുന്ന തൊട്ട് ഇന്ത്യക്ക് യാതൊരു രീതിയിലുള്ള പരാജയമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നഷ്ടങ്ങളോ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. മറിച്ചായിരുന്നു. കാരണം ചൈനയ്ക്ക് ഇത് കിട്ടിയ ഏറ്റവും വലിയൊരു ഹിറ്റാണ്. പാകിസ്ഥാനേക്കാളും ഏറ്റവും കൂടുതൽ പ്രഹരം കിട്ടിയ ചൈനയ്ക്കാണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ തന്നെ. കാരണം ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യയുടെ ശക്തി എന്താണെന്നുള്ള കാര്യം. ഇതുപോലുള്ളൊരു കോൺഫ്ലിക്റ്റിൽ ഇന്ത്യയുമായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചൈനയ്ക്ക് കിട്ടാൻ പോകുന്ന പ്രഹരവും ഇതിൻ്റെ അപ്പുറമായിരിക്കും. ഇന്ത്യ ഇപ്പം തന്നെ ഇന്ത്യയുടെ നമ്മുടെ ഫയർ പവറിൻ്റെ ഒരു 10% പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ ഫയർ പവറിൻ്റെ ശക്തിയുടെ ഒരു 10% പോയിട്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നില്ല 5% പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അല്പം കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പാകിസ്ഥാന് ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷേ അവരുടെ രാജ്യം തന്നെ അവർക്ക് നഷ്ടമാകാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു. അത് ലോകരാജ്യങ്ങളുടെ ലീഡർഷിപ്പിലുള്ള ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ തന്നെ അത് മനസ്സിലായി. കാരണം പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും തകർന്നു കാണുവാൻ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ അവർക്ക് ഇനിയും പാകിസ്ഥാനെ ആവശ്യമാണ്
എന്നുള്ളത് കൊണ്ട് അവരിടപെട്ടിട്ട് ഈ പ്രശ്നങ്ങൾ നോർമലൈസ് ചെയ്തു എന്ന് മാത്രമേ നമുക്കിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ചൈനയുടെ റോൾ പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കുന്നതിൽ എന്നുള്ള കാര്യം ഇപ്പോൾ സ്പഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും മറ്റൊരു ടോപ്പിക്ക് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.